മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ ആ കയറി വന്ന സ്വഹാബിയോട് നബി തങ്ങൾ ചോദിച്ചു, അത്രേ യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? അപ്പൊ സ്വഹാബി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ റാഹത്ത്, അൽഹംദുലില്ലാ സുഖമാണ് നബി, അൽഹംദുലില്ലാ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ റാഹത്താണ്. ആ ഒരു മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അത്ര അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്ത് കളഞ്ഞു. രണ്ടാമത് പുറകിലൊരു സഹാബി കയറി വന്നു. ആ സ്വഹാബിയോടും ചോദിച്ചു, നിനക്കും സുഖമാണോ? നിങ്ങൾ പറഞ്ഞ മറുപടിയാ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞില്ലേ? ആന്നൊരു മറുപടി. ആ ചങ്ങാതി പറഞ്ഞു, ഖൈർ സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ, ഖൈർ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, അത്ര എനിക്കെന്താ ദുആയില്ലേന്ന്. കാരണം ആദ്യം വന്ന ചങ്ങാതിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്കില്ലേന്ന്. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി പറ, സുഖമാണോ? എങ്ങനെ? അപ്പൊ നിങ്ങൾക്കാർക്കും അറിയാഞ്ഞിട്ടല്ല, പറയാഞ്ഞിട്ടല്ലേ? ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ അത് പറയണോന്ന്. അതുകൊണ്ട് അൽഹംദുലില്ലാ തന്നെ പറയുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഒരു ഇൽമു പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിൽ ചെയ്താൽ മതി, നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.